പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വലിയ പാടാ. ഞാനിപ്പോ എങ്ങനെ നിങ്ങൾ 3 പേരെയും വേറെ റൂമിലേക്ക് ഒക്യുപ്പൈ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇവിടെ ആരും മറ്റൊരാൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയല്ല. ഞങ്ങളുടെ 3 പേരുടെ ലൈഫിൽ ആ റൂം എന്നും ഒരു നെഗറ്റീവ് എനർജിയാ. പെണ്ണുകാണിൽ പോട്ടെ, ഒരു ചായ കുടിക്കാൻ പോലും ഒരു ചെറുക്കിന് വീട്ടിലേക്ക് വരുന്നില്ല. എനിക്ക് ഈ റൂം മാറണം. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായി നടക്കണ്ടേ മാഡം? ഇത് കുറച്ച് കടുപ്പമാണല്ലോ. കൊച്ചിന്റെ കെട്ട് നടക്കാത്തതിന് ആ റൂം എന്ന് പഴിച്ചു. ഈ ഹോസ്റ്റലിലെ ഏറ്റവും ഡിമാൻഡുള്ള റൂമാണത്. അല്ലെങ്കിൽ ഇവിടെ ഏത് റൂമിലുണ്ട് അറ്റാച്ച് ബാത്റൂമും ഇത്രയും വലിയ സ്പേസും? ഡിമാൻഡ് ഉണ്ടല്ലോ ടീച്ചറെ, അപ്പൊ മാറ്റിത്ത. അങ്ങനെ ഇപ്പൊ വിശ്വാസം ഇല്ലാത്തവർക്ക് അത് കൊടുക്കാൻ പറ്റത്തില്ല. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എത്ര കാലമായതാ? മാറി വരുന്നവർ നിങ്ങളെപ്പോലെ ആയിരിക്കണമെന്നില്ലല്ലോ. അത്ര അത്യാവശ്യമുള്ള ഏതെങ്കിലും ഒരാളെ വേണമെങ്കിൽ ഞാൻ D ബ്ലോക്കിലേക്ക് മാറ്റിത്തരാം. അതാരായിരിക്കണമെന്ന് നിങ്ങൾ തമ്മിൽ തീരുമാനിച്ച് പറഞ്ഞാൽ മതി. ഒരാളെ മാറ്റുന്നതിന് പ്രോബ്ലം ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലെ ആ 4ാമത്തെ പെൺകുട്ടിയില്ലേ, അതിനെ ഒന്ന് മാറ്റി തന്നാ മതി. 4ാമത്തെ എന്ന് പറയുമ്പോ ആര്? മിലിയോ? അവക്കെന്താ കുഴപ്പം? ജോലിയിൽ ബുദ്ധിമുട്ട് പറയാമെന്ന് വിചാരിക്കില്ലേ മാഡം? സ്ഥിരതയില്ലാത്ത പണിയാണ്. 8 മണിക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ബസ്സിലൊക്കെ തപ്പി തടഞ്ഞ് ഒരു 9 എത്തും. പക്ഷേ മിലി റൂമിൽ കൂടിയ പിന്നെ എൻ്റെ ടൈം ടേബിൾ എല്ലാം തെറ്റി. സമാധാനമായിട്ടൊന്ന് കുളിക്കാൻ പോലും പറ്റുന്നില്ല ടീച്ചറെ. 5 മണിയായ അപ്പം മിലി ബാത്റൂമിൽ കയറും. എന്നെ 3 മണിക്കൂർ എടുക്കും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ. മിലി, ഓപ്പൺ ദി ഡോർ മിലി. മിലി, മിലി ഒന്ന് വാതിൽ തുറക്കും മിലി. ഇനി എങ്ങാനും ഞാൻ അവൾക്ക് മുന്നേ കയറിപ്പോയാലോ? എന്റെ അവസ്ഥ ഏകദേശം സിമിലറാ. എത്ര ബുദ്ധിമുട്ടി രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് ഉറങ്ങാൻ കിടക്കുന്നേ. രാത്രി 10:30 നിങ്ങൾ തന്നെ ലൈറ്റ് കാണിച്ച് ഞങ്ങൾ എങ്ങ് ഉറക്കും. എന്നെ അവക്ക് മാത്രം ഇരുട്ടത്ത് കിടക്കാൻ പറ്റില്ല. മിലിക്കെന്തോ മാനസിക പ്രശ്നമുണ്ട് ടീച്ചറെ. ഒരു ഫോൺ വന്നാ മതി, ചെവിയും കൂർപ്പിച്ചിരിക്കും. ആദ്യമൊക്കെ ഞാൻ കരുതി അതൊരു തമാശയാണെന്നോ. ആ മെസ്സേജുകളെല്ലാം എന്റെ ബുദ്ധിയുടേതാ. വി ആർ ഗെറ്റിംഗ് മാരീഡ് നെക്സ്റ്റ് ഇയർ. എനിക്ക് അവനോട് പറയാൻ പറ്റൂ ടെക്സ്റ്റ് അയക്കരുത്, അതെനിക്ക് മുന്നേ മറ്റൊരാൾ വായിക്കുമെന്ന്. അവിടെ ആളൊരു സൈക്കോ ജീവിയാ. നാൻസി ചേച്ചി എപ്പോഴും പറയും കണ്ണിൽ ലെൻസ് വെച്ച് ശീലിക്കാൻ. പക്ഷെ എനിക്കെന്തോ അത് വെച്ച ഉറുമ്പരിക്കുന്ന വേദനയാ. ഇതിലൂടെ നോക്കിയാൽ കുറച്ചൊക്കെ കാണാം. ഇത് അവളുടെ മെസ്സേജ് ആയിരിക്കും, രേണുകയുടെ. രേണുകയുടെ റൂംമേറ്റ് അല്ലേ? എനിക്ക് അവരുടെ നമ്പർ ഒന്ന് കിട്ടുമോ? ഒരു സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടിയാ.
ഗുഡ് ആഫ്റ്റർനൂൺ. Millie, come here and copy this sentence on the board. ഇതിപ്പോ തെറ്റിച്ച് പഠിച്ചതോ കാഴ്ചയുടെ പ്രശ്നമൊന്നുമല്ല. ദിസ് ഇസ് മിയ കെയർലെസ്നെസ്. വിമൻസ് കോളേജിൽ എൻ്റെ മകളുടെ HOD ആണ് ഈ കുട്ടിയുടെ ഫാദർ. അവിടെ സ്റ്റുഡൻസിൻ്റെ ഇടയിലൊക്കെ അദ്ദേഹം ഫേമസാണ്. പറഞ്ഞിട്ടെന്തിനാ, പേര് കളയാൻ ഇങ്ങനെ ഒരാൾ പോരെ? എല്ലാ കുടുംബത്തിലും കാണും ഇതുപോലെ ഓരോന്ന്. ഈ പോക്കാണെങ്കിൽ 8th പ്രൊമോഷൻ ഡിഫിക്കൽട്ടായിരിക്കും. ടുമാറോ വെൻ യു കം, ഈ പേജ് അച്ഛനെ കാണിച്ച് സൈൻ ചെയ്തിട്ട് വേണം വരാൻ. ഇതിങ്ങനെ പാറിച്ചിടാണ്ട് കുറച്ച് എണ്ണ തേച്ച് കുളിച്ചൂടെ നിനക്ക്? അപ്പടി താരന. പ്രബേട്ട സുധേനോടൊന്ന് പറയണേ, വീട്ടിൽ നിന്ന് ലേശം എണ്ണ കൊണ്ടുവരാൻ. അവളിപ്പോ ഇങ്ങനെ എത്രയെ കാണും. നാളെ ആട്ടെ, ഇവിടെ നിന്നാണ് വാങ്ങിക്കാം. ചിറ്റയാണെന്ന് തോന്നുന്നു, പോയി നോക്ക്. പോയി നോക്കിട്ടോ. എപ്പോ വന്ന് സ്കൂളിൽ നിന്ന്? പ്രബേട്ടിന് ചായ എടുക്കട്ടെ? ആ, കുറച്ച് മതി. വൈകിട്ട് മോടെ സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൽ എന്നെ വിളിച്ചായിരുന്നു. ഇപ്പോഴത്തെ സിലബസ് അവൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാ പറയുന്നേ. അടുത്ത വർഷം മുതൽ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റേണ്ടി വരും. എനിക്ക് വേണ്ട, അവക്ക് കൊടുക്ക. അടുത്ത വർഷം തൊട്ട് 10 തീരണ വരെ മിലിയെ നാട്ടിലങ്ങ് നിർത്തിയാലോ? മാസമുള്ള ചെക്കപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഏട്ടത്തെയും കൂടി ഞാനങ്ങ് വിളിച്ചേനെ. അവിടെ ആകുമ്പോൾ നിർമ്മല ചേച്ചിയും പിള്ളേരും ഒക്കെ ഇല്ലേ, അതുങ്ങളുടെ കൂട്ടത്തിൽ കൂടിയ ഒരു ഉത്സാഹമൊക്കെ താനെ വന്നോളൂ. കോയിക്കലെ സുജാത ടീച്ചറോട് പ്രവേട്ടനൊന്ന് സംസാരിച്ച അടുത്ത വർഷം തന്നെ ഡീപ്പോളിൽ അഡ്മിഷൻ കിട്ടും. പിന്നെ ആഴ്ചയിൽ ഇതുപോലെ ഞാൻ കൊണ്ടുവന്നാൽ മതിയല്ലോ. പഠിത്തത്തിൻ്റെ അവസ്ഥ വെച്ച് ഡീപ്പോളൊക്കെ സംശയമാടി. വല്ല ശാരദാസോ മേരിമാതയോ നോക്കാം. എല്ലാവരോടും നോക്കി ഉള്ളതിൽ കൂടുതൽ വഷളാക്കാതിരുന്നാൽ മതി. മോളെ, ചിറ്റ വെറുതെ പറഞ്ഞല്ലേ, അതിനിങ്ങനെ പിണങ്ങിയാലോ? മോളെ, വാതിൽ തുറക്ക്. മോളെ, അങ്ങനെ ഒരുപാട് പുണ്യരിക്കാൻ പോകണ്ട സുധേ. കുറച്ചു നേരം കരയട്ടെ, വിശക്കുമ്പോൾ വന്നിട്ട് കഴിച്ചോളൂ.